പൈവളികയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെയും അയൽവാസിയായ യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസും നാട്ടുകാരും ചേർന്ന് ഊർജിതമായി തിരച്ചിൽ നടത്തിവരുന്നതിനിടെയാണ് ഇരുവരുടെയും ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹങ്ങൾ കണ്ടുകിട്ടിയത്. എന്നാലും സംഭവത്തിലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. 4 ആഴ്ച മുമ്പ് കാണാതായ പൈവളികെ മണ്ടേക്കാപ്പിലെ 15-കാരിയായ 10ാം ക്ലാസ്സുകാരിയെയും അയൽവാസിയും 42-കാരനുമായ പ്രദീപിനെയുമാണ് ഞായറാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നമുക്കൊരു ഭയങ്കര ദുഃഖമായ കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ആ രണ്ടുപേര് കാണാത്തതിന് ഇവിടെ തൂങ്ങി മരിച്ചത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. 2-3 ദിവസം മുമ്പ് പോലീസുകാരനെ വിളിച്ചിട്ട് ഇവിടെ കുറച്ച് ആളെല്ലാം നമുക്ക് കൂട്ടിയിട്ട് ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇതൊന്ന് കരുതാന്ന് പറയുന്ന ഒരു സംഭവത്തിന് നമ്മൾ ഇന്ന് ചെയ്തു. കാണുമ്പോൾ ഇവിടെ ഭയങ്കര നമുക്കൊരു വേറെ എന്ത് പറഞ്ഞു കണ്ടുകൊണ്ടുണ്ടല്ലേ. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ഇരുവർക്കും വേണ്ടി ഊർജിതമായ തിരച്ചിൽ നടത്തിവരികയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 11 രാത്രി ഉറങ്ങാൻ കിടന്ന പെൺകുട്ടിയെ പിറ്റേ ദിവസം രാവിലെയാണ് വീട്ടിൽ നിന്ന് കാണാതായത്. സഹോദരിക്കൊപ്പം കിടന്നുറങ്ങിയ പെൺകുട്ടി വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയെന്നാണ് രക്ഷിതാക്കൾ പോലീസിന് നൽകിയ മൊഴി. കുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആദ്യം ബെല്ലടിച്ചെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫായി. ഇതിനിടയിൽ തന്നെ അയൽവാസിയായ പ്രദീപിനെ കാണാതായെന്നുള്ള വിവരവും പുറത്തുവന്നു. ഓട്ടോ ഡ്രൈവറായ പ്രദീപ് പെൺകുട്ടിയുടെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നുവത്രേ. പലപ്പോഴും പെൺകുട്ടിയെ സ്കൂളിൽ എത്തിച്ചിരുന്നത് ഇയാളായിരുന്നുവെന്നും പറയുന്നു. പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ അന്ന് തന്നെ രക്ഷിതാക്കൾ കുമ്പള പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്മേൽ കേസെടുത്ത പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയത് മണ്ടേക്കാപ്പിൽ വെച്ചാണെന്ന് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് ഡ്രോൺ ഉപയോഗിച്ചും പോലീസ് നായയെ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ച് ഹേബിയസ് കോർപ്പസ് ഹർജിയും നൽകി. ഇതോടെ സംഭവം വലിയ വാർത്തയും ചർച്ചയുമായി. ഇതിന് പിന്നാലെയാണ് പോലീസ് ഞായറാഴ്ച രാവിലെ നാട്ടുകാരുടെ സഹായത്തോടെ ഇരുവരുടെയും വീടിന് സമീപത്തെ ഏക്കറുകളോളം പരന്നുകിടക്കുന്ന വിജനമായ പ്രദേശത്ത് ഊർജിതമായ തിരച്ചിൽ നടത്തിയത്. കാസർഗോഡ് ഡിവൈഎസ്പി CK സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിലും കുമ്പള ഇൻസ്പെക്ടർ KP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലും കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷൻ, ട്രാഫിക് യൂണിറ്റ്, വിദ്യാനഗർ, ബദിയടുക്ക, മഞ്ചേശ്വരം സ്റ്റേഷനുകളിലെ SIമാർ എന്നിവരടങ്ങിയ വലിയൊരു സേനയും ഒപ്പം ക്ലബ്ബ് പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരുമടങ്ങിയ പ്രദേശത്തെ വലിയൊരു വിഭാഗം ജനങ്ങളും തിരച്ചിലിൽ പങ്കെടുത്തു. ഇതിനിടയിലാണ് മണ്ടേക്കാപ്പ് മൈതാനത്തിനടുത്തുള്ള ഒരേ അക്കേഷ്യ മരത്തിൽ ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നേരത്തെ ഈ ഭാഗത്ത് കാര്യമായ തെരച്ചിൽ നടത്തിയിരുന്നില്ലെന്നും ഉൾഭാഗങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും പോലീസ് അറിയിച്ചു. മൃതദേഹങ്ങൾക്കരികിൽ നിന്നും 2 മൊബൈൽ ഫോണുകളും ഒരു കത്തിയും കണ്ടെടുത്തിട്ടുണ്ട്. തൂങ്ങാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് കയർ മുറിക്കാൻ ഉപയോഗിച്ച കത്തിയാണിതെന്ന് കരുതുന്നു. അന്വേഷണ ഭാഗമായി ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ദീർഘനാളുകൾ ഒരു റിസൾട്ട് ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഞാൻ SP-യുമായും പോലീസുമായും ആ ഫാമിലിയുമായും സംസാരിച്ചിരുന്നു. അന്നൊക്കെ നമ്മളൊരു ധാരണ എന്നറിയുന്ന 42-കാരനെ മിസ്സായിട്ടുണ്ട്, 15 വയസ്സുള്ള ചെറിയ കുട്ടിയും മിസ്സായിട്ടുണ്ട്. എവിടെയെങ്കിലും ഇവർ ഉണ്ടാവും. കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് ആ വീട് സന്ദർശിച്ച് ആ കുട്ടിയുടെ അമ്മയോടും അച്ഛനോടും സംസാരിച്ചപ്പോഴും അവർ സങ്കടം പറഞ്ഞപ്പോൾ നാളെ നിയമസഭാ സമ്മേളനം നടക്കുന്നുണ്ട്, സഭയിൽ ഉന്നയിക്കും, CM-നോടും DGP-യോടും പറയും, ഒരു പ്രത്യേക ടീമിനെ ഉണ്ടാക്കി നമുക്കവർ എവിടെയുണ്ടെങ്കിലും അവരെ കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷയിലും വിശ്വാസത്തിലുമായിരുന്നു. മഞ്ചേശ്വരം കേട്ടുകേൾവിയില്ലാത്ത സങ്കടകരമായ ഒരു വാർത്തയാണിന്ന് കേൾക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നെങ്കിൽ മാത്രമേ സംഭവം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂവെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.